പഠനവും ജോലിയുമൊക്കെ മലയാളികളെ സ്വാധീനിക്കുന്നത് വലിയ രീതിയിലാണ് അല്ലേ? ഉള്ളതെല്ലാം വിറ്റുപറക്കി കടമെടുത്ത് കടലു കടക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ തിരക്ക് കൂട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അവ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കാം. അതായത് വിദേശ വിദ്യാഭ്യാസ വായ്പയിൽ നമ്മുടെ കേരളം മുന്നിലാണ്. പൊതുമേഖലാ ബാങ്കുകൾ അനുവദിച്ച വിദേശ വിദ്യാഭ്യാസ വായ്പയിൽ നമ്മുടെ കേരളമാണ് രാജ്യത്ത് ഒന്നാമത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിൽ 17% വായ്പയും കേരളത്തിൽ നിന്നാണ് എന്നതാണ്. രാജ്യത്ത് വിതരണം ചെയ്ത വിദേശ വിദ്യാഭ്യാസ വായ്പയുടെ 17% നമ്മുടെ കേരളത്തിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വായ്പാ തുക അത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ തുക നോക്കുകയാണെങ്കിൽ 7619.64 കോടിയാണ്. 2019 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ 66,159 അക്കൗണ്ടുകളിലായി 7619.64 കോടി രൂപയാണ് സംസ്ഥാനം വിതരണം ചെയ്ത വിദേശ പഠന വായ്പ. അതായത് നമ്മുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 17% വായ്പയും കേരളത്തിൽ നിന്നാണ്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ 6158.22 കോടിയാണ്. ആന്ധ്രാപ്രദേശ് നോക്കുകയാണെങ്കിൽ 5168.34 കോടിയാണ്. കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ തെലങ്കാനയിലേക്ക് വരുമ്പോൾ 5103.77 കോടിയാണ്. ഇനി കർണാടകയിലേക്ക് വരികയാണെങ്കിൽ 4027.82 കോടിയാണ്. തമിഴ്നാട് നോക്കുകയാണെങ്കിൽ 3530.41 കോടിയാണ്. ഈ കണക്കുകളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും മുന്നിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വായ്പ എടുക്കുന്നതിൽ മാത്രമല്ല വായ്പ തിരിച്ചടവ് കുടിശ്ശികയിലും നമ്മുടെ കേരളം തന്നെയാണ് ഒന്നാമത്. എന്തുകൊണ്ടാണ് തിരിച്ചടവ് മുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ വിദേശത്ത് പ്രതീക്ഷിച്ച തൊഴിൽ കിട്ടാത്തതാണ് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയെങ്കിലും വിദേശത്തെത്തിയ ശേഷം ബാക്കി നോക്കാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ ലോൺ എടുത്ത് പറക്കുന്നത്. പക്ഷേ പിന്നീട് കാര്യം വഷളാകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഓരോ കുടുംബങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, നിരവധി കുടുംബങ്ങൾ ഇന്ന് കടക്കണിയിലാണ് എന്നുള്ളതാണ്. ഉദ്ദേശിച്ച തൊഴിൽ കിട്ടാതെ വിസയുടെ കാലാവധിയും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്നവർ ഒരുപാടാണ്. എന്തായാലും ഇപ്പോൾ വിദേശത്തേക്ക് പോവുക, അവിടെ പഠിക്കുക, ജോലി ചെയ്യുക, ഇതൊക്കെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കടക്കണിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത.